എല്ലാവർക്കും നമസ്കാരം. NMC ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസിൻ്റെ ഒരു പുതിയ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ് ഏഷ്യാനെറ്റ് റേഡിയോ 657. ഇന്നത്തെ NMC ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ആൻഡ്രിയാണ് നിങ്ങളോടൊപ്പം. ഇന്ന് NMC ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ്സിൽ നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ അനിൽ രാമചന്ദ്രനാണ്. അദ്ദേഹം NMC DIPയിലെ സ്പെഷ്യലിസ്റ്റ് യൂറോളജിസ്റ്റ് ആണ്. ഡോക്ടറിനെ സ്വാഗതം ചെയ്യുന്നു NMC ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ്സിലേക്ക്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ ഡോക്ടർ ഓൾറെഡി NMC ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ്സിൽ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളന്ന് യൂറിനറി സ്റ്റോൺസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ ഡോക്ടർ? അതെ 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 അതെ. ഡോക്ടർ ഇപ്പോൾ ഇവിടെ DIPയിൽ NMC DIPയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര നാളുകളായി? ഇപ്പോൾ ഞാൻ 2 മാസമായി. ഇതിനു മുന്നേ ഞാൻ സുലേഖ ഹോസ്പിറ്റൽ അൽനാദ ഗിസൈസിലെ സുലേഖ ഹോസ്പിറ്റലിലായിരുന്നു കഴിഞ്ഞ 4 വർഷം. നാട്ടിലെവിടെയാണ് ഡോക്ടർ? സ്വദേശം നാട്ടില് സ്വദേശം കോഴിക്കോടാണ്. ഞാൻ കോഴിക്കോട് ആശുപത്രികളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ മിംസ് ആശുപത്രിയും പിന്നീട് അവിടുത്തെ PVS ആശുപത്രിയിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത്. 2012 ഞാൻ ഇങ്ങോട്ട് സുലേഖ ഹോസ്പിറ്റലിലേക്ക് ജോയിൻ ചെയ്തു. ഓക്കെ ഡോക്ടർ. നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക് യൂറിനറി ഇൻഫെക്ഷൻ ആണ്. എന്താണ് ഡോക്ടർ അങ്ങനെ ഒരു ടോപ്പിക് ചൂസ് ചെയ്യാനുള്ള കാരണം? അതിന്റെ ഒരു റെലവൻസ് എന്താണ് ടോപ്പിക്കിന്റെ? റെലവൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കല്ല് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു യൂറോളജിക്കൽ പ്രോബ്ലം ആണ് യൂറിനറി ഇൻഫെക്ഷൻസ്. അതായത് മൂത്രത്തിൽ പഴുപ്പ് വരിക. അത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും രണ്ടുപേരെയും എഫക്ട് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്. അതിന്റെ ചികിത്സ ആക്ച്വലി പല രീതിയിലുള്ള പ്രസന്റേഷൻ അനുസരിച്ച് പല രീതിയിലുള്ള ചികിത്സകളുണ്ട്. അപ്പൊ അത് അറിഞ്ഞിരിക്കുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഇതൊരു നല്ല ടോപ്പിക്കായിട്ട് എടുത്തത്. ഡോക്ടർ, എനിക്ക് തോന്നുന്നു ലേഡീസിലായിരിക്കും കൂടുതൽ യൂറിനറി ഇൻഫെക്ഷൻ ഇവിടെ കണ്ടുവരുന്നത് അല്ലേ? അതെ അതെ അതെ. പ്രൈമർലി ഇപ്പം മൂത്രത്തില് പഴുപ്പ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണുക്കള് മൂത്രനാളിയിൽ എവിടെയെങ്കിലും എത്തിച്ചേരുക. അതിന്റെ കാരണങ്ങള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ സാധാരണ ആൾക്കാർക്ക്, ഇപ്പം നമ്മുടെ പല രോഗികളും പ്രസന്റ് ചെയ്ത് വരുമ്പോൾ അവരുടെ ഒരു ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അണുക്കള് മൂത്രനാളിയിൽ എങ്ങനെ കടന്നു, എവിടുന്ന് വന്നു, അത് വെളിയിലുള്ള ഒരു സോഴ്സിൽ നിന്ന്, അതായത് അധികം വൃത്തിയില്ലാത്ത ബാത്റൂം യൂസ് ചെയ്ത് അല്ലെങ്കിൽ പബ്ലിക് വാഷ്റൂംസ് യൂസ് ചെയ്യുക, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്നാണ് അവർക്കത് കിട്ടിയെന്നുള്ളൊരു ധാരണയുണ്ട് പലർക്കും. പക്ഷേ ശാസ്ത്രീയമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഇൻഫെക്ഷൻസ് വരുന്ന അണുക്കളെല്ലാം നമ്മുടെ സ്വന്തം ബോഡിയിൽ നിന്ന് തന്നെ വരുന്നതാണ്. അതായത് മലത്തിൽ സാധാരണയായി കാണുന്ന അണുക്കളാണ് മിക്കവാറും ഓൾമോസ്റ്റ് 95% ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നത് മൂത്രനാളിയില്. അപ്പൊ ബേസിക്കലി ഒരു ഓട്ടോ ഇൻഫെക്ഷൻ ആണ് യൂറിനറി ഇൻഫെക്ഷൻസിൽ നമ്മൾ കാണുന്നത്. അപ്പൊ അതിന്റെ രീതിയിലുള്ള പ്രിവെന്റീവ് മെത്തേഡ്സ് ആണ് നമ്മൾ എടുക്കാൻ നിർബന്ധമാകുന്നത്. ശരിക്കും നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെയാണ് കൂടുതലായിട്ടും ഈ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന അണുക്കൾ കയറുന്നു എന്നുള്ളതാണ് ഡോക്ടർ ഇപ്പൊ പറഞ്ഞത് അല്ലേ? അതെ അതെ അതെ. അപ്പൊ ആ രീതിയിൽ വേണം നമ്മൾ അതിനെ കൺസിഡർ ചെയ്യാൻ. ആ രീതിയിൽ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, അതെങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം, അതെങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ വേണം നമ്മൾ പ്ലാൻ ചെയ്യാൻ. അപ്പം നേരത്തെ ആൻഡ്രി പറഞ്ഞ സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. അതിനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീകളിൽ മലദ്വാരവും മൂത്രനാഴിയും അനാറ്റമിക്കലി വളരെ അടുത്താണ്. അപ്പം മലദ്വാരത്തിൽ നിന്ന് അണുക്കൾക്ക് മൂത്രനാഴിയിലേക്ക് എത്താനായിട്ട് അധികം ദൂരം വരേണ്ടി വരുന്നില്ല. അത് പെട്ടെന്ന് തന്നെ സംഭവിക്കും. അപ്പൊ ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് സ്ത്രീകളിൽ യൂറിനറി ഇൻഫെക്ഷൻസ് വളരെ കോമൺ ആയി കാണുന്നത്. അതേസമയം ആണുങ്ങളിലാണെങ്കിൽ അത് കുറവാണ്. കാരണം അണുക്കൾക്ക് മൂത്രനാഴിയിൽ അല്ലെങ്കിൽ മൂത്രസഞ്ചിയിൽ എത്തണമെങ്കിൽ ധാരാളം ദൂരം ട്രാവൽ ചെയ്യണം. അതിന്റെ ഒരു ഇതുകൊണ്ട് അവർ കുറച്ചും കൂടെ പ്രൊട്ടക്ട് ആണെന്ന് പറയാം. എങ്കിൽ തന്നെ വേറെ അനാറ്റമിക്കൽ പ്രശ്നങ്ങൾ കൊണ്ട് ആണുങ്ങൾക്ക് ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോസ്റ്റേറ്റിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് യൂറിനറി ഇൻഫെക്ഷന്റെ റിസ്ക് കൂടുന്നുണ്ട്. അത് വേറൊരു രീതിയിൽ. പക്ഷെ ജനറലി ഒരു യങ് ഏജിൽ ഇൻഫെക്ഷൻസ് വരിക കാണുന്ന സ്ത്രീകളിൽ വളരെ കോമൺ ആണ് ഈ കാരണം കൊണ്ട്. അപ്പോൾ ഡോക്ടർ, പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇതിൽ വലിയൊരു ഫാക്ടർ ആണല്ലേ? പേഴ്സണൽ ഹൈജീൻ എന്നുള്ളത് നമ്മൾ എല്ലാവരും ഒരുമാതിരി നല്ല ഹൈജീനിക് ആയിട്ട് തന്നെയാണ് ഇരിക്കുക. അതിൽ നമ്മൾ പ്രത്യേകിച്ച് പറയുന്നത്, നമ്മൾ മലദ്വാരം വാഷ് ചെയ്യുമ്പം ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് ഒരിക്കലും വാഷ് ചെയ്യാൻ പാടില്ല. ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് മാത്രം. അണുക്കള് ഒരിക്കലും മൂത്രനാഴിയുടെ അങ്ങോട്ട് വരാൻ സാധിച്ചുകൂടാന്നുള്ള രീതിയിൽ. എന്നിരുന്നാലും നമ്മൾ എത്രയൊക്കെ ഹൈജീനിക് ആണെങ്കിൽ കൂടെ ഇൻഫെക്ഷൻസ് വരുന്നുണ്ട്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത്,
കോൺസ്റ്റിപ്പേഷൻ. പലർക്കും ഒരു ചെറിയ രീതിയിലെങ്കിലും കോൺസ്റ്റിപ്പേഷന്റെ ഇഫക്റ്റ് ഉണ്ടെങ്കിൽ അണുക്കളുടെ ഒരു ലോഡ് എപ്പോഴും ആ മലദ്വാരത്തിന്റെ അവിടെ കാണും. അത് നമ്മൾ എത്ര ഹൈജീനിക് ആണെങ്കിലും ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പം മൂത്ര ഇൻഫെക്ഷൻസ് നമ്മൾ ആലോചിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ചോദിക്കുന്ന ഹിസ്റ്ററി തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം കോൺസ്റ്റിപ്പേഷൻ ഉണ്ടോ. അങ്ങനെ പലർക്കും അത് അപ്പോഴാണ് നമ്മൾ അത് റിയലൈസ് ചെയ്യുന്നത് അവർക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ട് കുറെ നാളായിട്ട്. അപ്പം രണ്ടും നമ്മൾ ചികിത്സിക്കേണ്ടി വരും. നോർമലായിട്ടുള്ള കോൺസ്റ്റിപ്പേഷന്റെ ചികിത്സയും ചെയ്യേണ്ടി വരും, മൂത്ര ഇൻഫെക്ഷന്റെ ചികിത്സയും കൂടെ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ അവരെപ്പോഴും വേറെ റിസ്ക്, പിന്നെയും ഇൻഫെക്ഷൻസ് വരാനുള്ള റിസ്ക് ഉണ്ട്. ഡോക്ടറിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? ടിപ്പിക്കൽ ആയിട്ടുള്ള സിംറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂത്രം ഒഴിക്കുന്ന നേരത്ത് വേദന, അല്ലെങ്കിൽ ഒരു എരിച്ചില്, മൂത്രനാഴിയിൽ മാത്രമായിട്ടുള്ള എരിച്ചില്, നീറ്റല്, അങ്ങനത്തെ ഒരു സിംറ്റം ആയിട്ടാണ് ഇത് തുടങ്ങുക. കൂടെ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാനുള്ള ടെൻഡൻസി, അതായത് ഒന്ന് ഒഴിച്ചു വന്നു തിരിച്ചു വന്നു, പിന്നെയും ഒരു 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റിനുള്ളിൽ പിന്നെയും സിവിയർ ആയിട്ട് മൂത്രം ഒഴിക്കാൻ തോന്നുന്നു, പിന്നെയും പോകുന്നു. അങ്ങനത്തെ ചിലർക്ക് കുറച്ചുകൂടെ സിവിയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മൂത്രം പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല, ലീക്കായി പോകുന്നുള്ള അങ്ങനത്തെ ഒരു ഫീലിംഗും വരാം. ഇതാണ് പ്രൈമറി സിംറ്റംസ്. പിന്നെ കുറച്ചുകൂടെ സിവിയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അടിവയറ്റില് വേദന വരിക, പനി വരിക, അങ്ങനത്തെയൊക്കെ ഉള്ളത് കുറച്ചും കൂടെ സിവിയർ ആകുമ്പോൾ ഉള്ള സിംറ്റംസ് ആണ്. ഞാൻ ഈ പറഞ്ഞ സിംറ്റംസ് എല്ലാം ഇൻഫെക്ഷൻ മൂത്രസഞ്ചിയിൽ, അതായത് യൂറിനറി ബ്ലാഡറിൽ മാത്രം ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷന്റെ സിംറ്റംസ് ആണ്. കാരണം നമുക്ക് ഇവിടെ യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറയുന്നതിൽ ഏറ്റവും കോമൺ ആയിട്ട്, അത് ഏറ്റവും സാധാരണയായിട്ട് കാണുന്നത് അങ്ങനത്തെ ഇൻഫെക്ഷനാണ്. പക്ഷേ ചില കണ്ടീഷൻസിൽ, ചില റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവർക്ക് ഈ ഇൻഫെക്ഷൻ മൂത്രസഞ്ചിയിൽ നിന്ന് മേളോട്ട് കിഡ്നിയിലേക്കും ബാധിക്കാം. കിഡ്നിയിലേക്കുള്ള ഇൻഫെക്ഷൻസ് വരികയാണെങ്കിൽ അതിന്റെ സിംറ്റംസ് വേറെയാണ്. അത് കുറച്ചും കൂടെ ഒരു സീരിയസ് ഇഷ്യൂ ആണ്. അതാവുമ്പം നല്ല ഹൈ ഫീവറും, ഏത് കിഡ്നിയിലേക്കാണ് അത് ബാധിച്ചിരിക്കുന്ന ആ കിഡ്നിയിൽ വളരെ സിവിയർ ആയിട്ടുള്ള വേദന വരിക, കുറച്ചും കൂടെ സിക്ക് ആകും രോഗി. അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് കിഡ്നി ഇൻഫെക്ഷൻസിൽ വരുന്നത്. പക്ഷെ അത് വളരെ അത്ര കോമൺ അല്ല. റിസ്ക് ഫാക്ടേഴ്സ് ഒത്തിരി ഉള്ള, അതായത് പ്രായം കൂടുതലുള്ളവര്, ഡയബറ്റിസ് ഉള്ളവര്, പ്രഗ്നൻസിയിൽ യൂറിനറി ഇൻഫെക്ഷൻസ് വന്നാൽ കിഡ്നി ഇൻഫെക്ഷൻ വരാനുള്ള റിസ്ക് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രഗ്നൻസിയിൽ എപ്പോഴും യൂറിനറി ഇൻഫെക്ഷൻ കണ്ടാൽ ഉടനെ അത് ചികിത്സിക്കുക, വീണ്ടും ചെക്ക് ചെയ്ത് നോക്കുക ക്ലിയർ ആയോ എന്നുള്ളത് ആ രീതിയിൽ കുറച്ചും കൂടെ മോണിറ്റർ ചെയ്യുന്നത്. ഇങ്ങനത്തെ ഒരു ചെറിയ സെറ്റ് ആൾക്കാരിലേ ഉള്ളൂ കിഡ്നി ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുള്ളൂ. സാധാരണ നമ്മൾ കാണുന്ന ഇൻഫെക്ഷൻസ് എല്ലാം മൂത്രസഞ്ചിയുടെ ഇൻഫെക്ഷൻസ് ആണ്. അതിന്റെ സിംറ്റംസ് ഈ രീതിയിലായിരിക്കും. ചിലർക്ക് വളരെ മൈൽഡ് ആയിട്ടുള്ള സിംറ്റംസും വരാറുണ്ട്, ചെറിയൊരു നീറ്റലോ അങ്ങനെ മാത്രമായിട്ടും കാണാറുണ്ട്. പക്ഷെ ജനറലി ഇതാണ് സിംറ്റംസ്. ഓക്കെ ഡോക്ടർ, ഇപ്പൊ സിംറ്റംസിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ സിംറ്റംസ് ഒക്കെ കാണിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴാണ് ഒരു ഡോക്ടറെ വന്ന് കാണേണ്ടിയിരിക്കുന്നത്? ഇതിപ്പോ നമുക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു സിംറ്റം നേരത്തെ വന്നിട്ടില്ല, മൂത്രത്തിൽ ഇൻഫെക്ഷന്റെ യാതൊരു സിംറ്റവും മുന്നേ വന്നിട്ടില്ല എങ്കിൽ ഈ പറഞ്ഞ സിംറ്റംസ് ആദ്യം വരികയാണെങ്കിൽ തന്നെ ഒരു ഡോക്ടറിനെ സമീപിക്കുന്നത് നല്ലതാണ്. കാരണം നമുക്ക് ആദ്യമായിട്ടൊരു ഇൻഫെക്ഷൻ വരികയാണെന്ന് വിചാരിക്കുക, നമുക്ക് അതില് എന്താണ് ഈ ഇൻഫെക്ഷന്റെ കാരണം, ഏത് അണുകൊണ്ടാണ് ഈ ഇൻഫെക്ഷൻ ഉണ്ടായതെന്നുള്ളത് അറിയണമെങ്കിൽ മൂത്രം പരിശോധിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. യൂറിൻ ചെക്ക് ചെയ്തിട്ട് അതിലൊരു പ്രത്യേക ഒരു ടെസ്റ്റ് ഉണ്ട്, നമ്മൾ യൂറിൻ കൾച്ചർ എന്ന് പറയും. അത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതണു ആണ് ഈ ഇൻഫെക്ഷൻ ഉണ്ടാക്കിയെന്ന് ഉള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതിന് ഏത് ആന്റിബയോട്ടിക് ആണ് നല്ലത് എന്നുള്ളതും ആ റിപ്പോർട്ടിൽ നിന്ന് നമുക്കറിയാം. അപ്പൊ ഒരു ഫസ്റ്റ് ടൈം ഇൻഫെക്ഷനിൽ ഇത് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം നമുക്ക് പിന്നീട് എന്തെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഇതുകൊണ്ടാണ് ഉണ്ടായത്, അപ്പൊ ഇനി ഉണ്ടാകുകയാണെങ്കിലും അത് ആയിരിക്കാം മിക്കവാറും കാരണം എന്നുള്ള രീതിയിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാം. ഇങ്ങനെ ഇൻഫെക്ഷൻസ് വന്നാൽ ഉടനെ നമ്മൾ ഫാർമസിയിൽ പോയി ഒരു മരുന്ന് വാങ്ങിച്ച് കഴിച്ചാലുള്ള അത് അപ്പോഴത്തെ ഇൻഫെക്ഷൻ മാറിയേക്കാം. പക്ഷെ അതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു സിംറ്റം വന്നു കഴിഞ്ഞാൽ ഇത് അതേ ആന്റിബയോട്ടിക്കില് ശരിയാവുമോ അതോ എന്തായിരുന്നു ആ നേരത്തെ ഇൻഫെക്ഷൻ ഉണ്ടാക്കിയാണോ എന്നുള്ളതൊന്നും ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാവും. പിന്നെ കാരണം ആന്റിബയോട്ടിക് ഒന്ന് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ പോയി മൂത്രം ചെക്ക് ചെയ്താൽ പോലും ആ റിപ്പോർട്ട് ശരിയാകണമെന്നില്ല. അപ്പൊ ആദ്യം തന്നെ വന്ന് ഡോക്ടറെ കണ്ട് അത് ഏത് അണുവാണെന്ന് മനസ്സിലായി അതിനായിട്ടുള്ള ആന്റിബയോട്ടിക്സ് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. വീണ്ടും ഇപ്പൊ ചില സ്ത്രീകളിലല്ലേ ചില ആൾക്കാരിൽ വീണ്ടും വീണ്ടും ഇൻഫെക്ഷൻസ് വരുന്ന ഒരു കണ്ടീഷനുണ്ട്, റെക്കറന്റ് ഇൻഫെക്ഷൻസ്. അങ്ങനെയുള്ളവരിൽ നമ്മൾ ആദ്യം എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതിനു ശേഷം പിന്നെ അവർക്ക് ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കും ഈ ആന്റിബയോട്ടിക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം, എന്നിട്ട് മാറിയിട്ടില്ലെങ്കിൽ വന്നാൽ മതി എന്നുള്ള. അപ്പം റിപ്പീറ്റഡ് ഇൻഫെക്ഷൻസ് വരുന്നവർക്ക് ആ ഒരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് എംപറിക്കലായിട്ട് അതായത് സെൽഫ് ട്രീറ്റ്മെന്റ് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. പക്ഷെ ഫസ്റ്റ് ടൈം വരുന്നവർക്ക്
ഡെഫിനറ്റ്ലി ആദ്യം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഏത് എത്ര തവണ വരുന്നവർക്കാണെങ്കിലും സിവിയർ ആയിട്ട് ഇൻഫെക്ഷൻ വരികയാണ്, അതായത് യൂറിനിൽ ചിലപ്പം രക്തവും വരാം, സിവിയർ ഇൻഫെക്ഷൻസ് വരികയാണെങ്കിൽ ബ്ലീഡിങ് വരാം, യൂറിനില് ഫീവർ വരിക, സിവിയർ ആയിട്ട് ലോവർ അബ്ഡോമിനൽ പെയിൻ വരിക, പിന്നെ ഞാൻ പറഞ്ഞ പോലെ കിഡ്നി ഇൻഫെക്ഷന്റെ സിംറ്റംസ്, അതായത് കിഡ്നി സൈഡിൽ പെയിൻ വരിക, അങ്ങനത്തെ ഒക്കെ സിംറ്റംസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സെൽഫ് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പാടില്ല. ഡോക്ടറിനെ കണ്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഡോക്ടർ അനിൽ രാമചന്ദ്രനാണ് ഇപ്പോൾ നമ്മളോടൊപ്പം NMC ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ്സിലുള്ളത്. അദ്ദേഹം NMC DIPയിലെ സ്പെഷ്യലിസ്റ്റ് യൂറോളജിസ്റ്റ് ആണ്. യൂറിനറി ഇൻഫെക്ഷനെ കുറിച്ചാണ് അദ്ദേഹം ഇപ്പോൾ NMC ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ്സിലൂടെ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം NMC ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ്സിലേക്ക്. വെൽക്കം ബാക്ക് ടു NMC ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ്. NMC ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ്സിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ അനിൽ രാമചന്ദ്രനാണ്. അദ്ദേഹം NMC DIPയിലെ സ്പെഷ്യലിസ്റ്റ് യൂറോളജിസ്റ്റ് ആണ്. യൂറിനറി ഇൻഫെക്ഷൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്, എപ്പോഴാണ് നമ്മൾ ഡോക്ടറെ പോയി കാണേണ്ടത്, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഡോക്ടർ നേരത്തെ നമ്മളോട് പറഞ്ഞത്. ഡോക്ടർ നേരത്തെ പറഞ്ഞായിരുന്നു ചിലരിൽ ഈ ഇൻഫെക്ഷൻ വീണ്ടും വീണ്ടും വരുമെന്ന്, റിപ്പീറ്റഡ് ഇൻഫെക്ഷൻസ് കാണുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു റീസൺ എന്താണ് ഡോക്ടർ ശരിക്കും? ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള യൂറിനറി ഇൻഫെക്ഷൻസ് ഏറ്റവും സാധാരണയായിട്ട് കാണുന്നത് നമ്മൾ സ്ത്രീകളിൽ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നാമത് യൂറിനറി ഇൻഫെക്ഷൻസ് ആസ് സച്ച് സ്ത്രീകളിലാണ് വളരെ കോമൺ ആയിട്ടുള്ളത്. റിപ്പീറ്റഡ് ഇൻഫെക്ഷൻസും സ്ത്രീകളിൽ തന്നെയാണ് കോമൺ ആയിട്ട് കാണുന്നത്. അതിന്റെ കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തക്കതായിട്ടൊരു കാരണം നമുക്ക് ഹിസ്റ്ററിയിൽ നിന്ന് ചിലപ്പോൾ കിട്ടും. ചിലർക്ക് സിവിയർലി കോൺസ്റ്റിപ്പേഷൻ കാണും. അത് നമ്മൾ അഡ്രസ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ അപ്പൊ ട്രീറ്റ്മെന്റ് യൂറിനറി ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്താലും ആ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് വീണ്ടും വീണ്ടും അവർക്ക് അതിൽ നിന്ന് തന്നെ ഇൻഫെക്ഷൻ കിട്ടാം. അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ അത് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് ചിലപ്പോൾ ക്ലിയർ ആവും. പക്ഷേ ചിലർക്ക് അതൊന്നും ഇല്ലാതെ തന്നെ, കോൺസ്റ്റിപ്പേഷൻ ഒന്നും ഇല്ല, സാധാരണ രീതിയിലുള്ള യൂറിനറി ട്രാക്ട് ആണ് എങ്കിൽ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഇൻഫെക്ഷൻസ് വരുന്നത് അത് അവരുടെ ഇമ്മ്യൂണിറ്റി, ലോക്കലായിട്ടുള്ള മൂത്രസഞ്ചിയിലെയും മൂത്രനാഴിയിലെയും ഇമ്മ്യൂണിറ്റി കുറവ് കൊണ്ടാണ്. ഇപ്പൊ എല്ലാ സ്ത്രീകളിലും കുറച്ചേറെ അണുക്കള് മൂത്രനാഴി വരെ എത്തിയേക്കാം സാധാരണയായിട്ട്. പക്ഷെ എല്ലാവരിലും അത് മൂത്രനാഴിക്കുള്ളിൽ കയറി ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നില്ല. അതിന് കാരണം നമ്മുടെ സ്വന്തമായിട്ടുള്ള ആ ഏരിയയിലുള്ള ഒരു ഇമ്മ്യൂണിറ്റി, അതായത് ഈ ബാക്ടീരിയക്കെതിരെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അതുള്ളിടത്തോളം നമുക്ക് വീണ്ടും വീണ്ടും ഇൻഫെക്ഷൻസ് വരുന്നില്ല. പക്ഷെ ചിലരിൽ അത് വളരെ വീക്ക് ആയിരിക്കാം. അപ്പൊ അങ്ങനെയുള്ളവരിൽ ഒരു അണു ആ രീതിയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ മൂത്രസഞ്ചിയിലേക്ക് എത്തുന്നു, അത് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അങ്ങനെ ഇൻഫെക്ഷൻസ് പെട്ടെന്ന് ഉണ്ടാവുന്നു. അപ്പം ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ ഒരു തവണ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ഒരു മാസം കഴിഞ്ഞ് അല്ലെ 1.5 മാസം 2 മാസം കഴിയുമ്പോൾ വീണ്ടും ഇൻഫെക്ഷൻസ് വരുന്നു. ആ ഇടയ്ക്കുള്ള സമയത്ത് ഒരുപക്ഷെ രോഗിക്ക് യാതൊരു സിംറ്റവും കാണില്ല, കാരണം മൂത്രം ക്ലിയർ ആയിരിക്കും. നമ്മൾ ആന്റിബയോട്ടിക് കൊടുത്ത് ഇൻഫെക്ഷൻസ് കംപ്ലീറ്റ് മാറും. പക്ഷെ 1-2 മാസം കഴിയുമ്പോൾ വീണ്ടും അതേ സിംറ്റം റിപ്പീറ്റ് ചെയ്യുന്നു. ഇങ്ങനെയുള്ളവരിൽ നമ്മൾ വീണ്ടും വീണ്ടും ആന്റിബയോട്ടിക് കൊടുക്കുന്നതിന് അർത്ഥമില്ല. കാരണം നമ്മൾ ഒരു യൂറിൻ ഇൻഫെക്ഷൻസ് ട്രീറ്റ് ചെയ്യുമ്പം ഒരു ഫുൾ കോഴ്സ് ആന്റിബയോട്ടിക് ആണ് കൊടുക്കുന്നത്, സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോഴ്സ്. അപ്പൊ അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുള്ള സ്ട്രോങ് കോഴ്സസ് 2 രീതിയാണ്. ഒന്ന്, നമ്മുടെ ബോഡിക്ക് അത് അത്ര ഫലിക്കില്ല. പിന്നെ രണ്ടാമത്, നമ്മൾ അങ്ങനെ വലിയ സ്ട്രോങ് കോഴ്സ് ഓഫ് ആന്റിബയോട്ടിക്സ് കൊടുക്കുമ്പോൾ ഈ അണുക്കള് അതനുസരിച്ച് മാറും. ഒരു ഇൻഫെക്ഷൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ചിലപ്പോൾ അടുത്ത തവണ അതേ ബാക്ടീരിയ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത് നമ്മൾ നേരത്തെ കൊടുത്ത ആന്റിബയോട്ടിക്കിനെതിരെ അത് ആക്ട് ചെയ്യില്ല. അതായത് റെസിസ്റ്റൻസ് നമ്മൾ പറയും. പിന്നീട് നമ്മൾ ആന്റിബയോട്ടിക് കൊടുക്കുമ്പോൾ ചിലപ്പം ഈ ബാക്ടീരിയ അതുകൊണ്ട് ചാകുന്നില്ല. അപ്പം അതൊരു വലിയ പ്രശ്നമാണ്. അതിപ്പം കൂടുതൽ ആന്റിബയോട്ടിക് യൂസേജ് ഉള്ളത് കൊണ്ട് പലരും എക്സ്പോസ്ഡ് ആണ് ഓൾറെഡി ആന്റിബയോട്ടിക്സിന്. അപ്പൊ ഈ മലദ്വാരത്തിൽ ഉള്ള അണുക്കൾ തന്നെ ഓൾറെഡി റെസിസ്റ്റന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള അണുക്കൾ കൊണ്ട് യൂറിനറി ഇൻഫെക്ഷൻ വരുമ്പോൾ പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടാണ് ഏത് ആന്റിബയോട്ടിക് തുടങ്ങണം എന്ന് തന്നെ തീരുമാനിക്കാൻ. അതിലാണ് ഈ കൾച്ചർ എന്ന് പറഞ്ഞ ടെസ്റ്റ് വളരെ പ്രധാനം. കൾച്ചറിൽ നമുക്ക് എക്സാക്ട്ലി അറിയാം ഏത് ആന്റിബയോട്ടിക് ആണ് ഈ അണുക്കൾക്ക് ബെസ്റ്റ് എന്നുള്ളത്. അപ്പൊ അതനുസരിച്ച് നമുക്ക് ടൈലർ ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഇൻഫെക്ഷൻസ് വരുന്നവർക്ക് നമുക്ക് ഈ ഓരോ തവണയും കോഴ്സ് കൊടുക്കുന്നതല്ല ഉചിതം. അങ്ങനെ ഉള്ളവരിൽ നമ്മൾ യൂഷ്വലി 2 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഒന്ന്, അവർക്ക് ആന്റിബയോട്ടിക് ഒരു ഫുൾ കോഴ്സ് കൊടുത്ത് യൂറിൻ ക്ലിയർ ആയതിനു ശേഷം ഒരു ചെറിയ ഡോസ്, വളരെ 4/1 സ്ട്രെങ്തിലുള്ള ഒരു ഡോസ് സ്ഥിരമായി കൊടുത്തുകൊണ്ടിരിക്കുക. അതിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ മലദ്വാരത്തിലെ മൂത്രസഞ്ചിയിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന അണുക്കളെ അത് എലിമിനേറ്റ് ചെയ്യുന്നു. ഒന്ന്, പിന്നെ അത്ര സ്ട്രോങ് ഡോസ് അല്ലാത്തത് കൊണ്ട് ഈ അണുക്കളിൽ റെസിസ്റ്റൻസ് വളരെ കുറവാകും. അപ്പൊ ഈ 2 രീതിയിലും അത് ബെനിഫിഷ്യൽ ആണ്.
ആ ലോങ് ടേം ആന്റിബയോട്ടിക് എടുക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ബോഡിക്ക് സൈഡ് എഫക്ട്സ് ഒന്നും വരുന്നുമില്ല, കാരണം ഡോസേജ് വളരെ ലോ ആയതുകൊണ്ട്. അതേസമയം 90-95% ആൾക്കാരിൽ റിപ്പീറ്റ് ഇൻഫെക്ഷൻസ് പ്രിവെന്റ് ചെയ്യും ഇങ്ങനത്തെ ലോങ് ഡോസ് ആന്റിബയോട്ടിക് എടുക്കുന്നതുകൊണ്ട്. ഇതാണ് വളരെ വർഷങ്ങളായിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ഒരു പ്രിവെന്റീവ് മെത്തേഡ്. ഈയിടെയായി കഴിഞ്ഞ 5-6 വർഷമായിട്ട് വേറെ ഒരു മെത്തേഡ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഇമ്മ്യൂണിറ്റി കുറവ് കൊണ്ടാണ് മിക്കവാർക്കും എല്ലാവർക്കും ഇൻഫെക്ഷൻസ് വരുന്നത്. അപ്പൊ ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ടുള്ളൊരു ലോക്കൽ വാക്സിനേഷൻ, അതായത് നമ്മുടെ മൂത്രസഞ്ചിയും മൂത്രനാളിയുടെ ഏരിയയിലുള്ള ലോക്കൽ ഇമ്മ്യൂണിറ്റി ഉണ്ട്, ഈ ഇമ്മ്യൂണോഗ്ലോബുലിൻസും ഉണ്ട്, അത് കൂട്ടുന്ന ഒരു വാക്സിനേഷൻ അതും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അതായത് അത് നമ്മൾ സാധാരണ വാക്സിൻ പോലെ ഇഞ്ചക്ഷൻ അല്ല, അത് ഗുളികയായിട്ട് തന്നെ എടുക്കേണ്ടതാണ്. പക്ഷെ അതും കുറച്ച് അധികം നാൾ എടുക്കേണ്ടി വരും. ഒരു 3 months കണ്ടിന്യൂസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല പ്രൊട്ടക്ഷൻ കിട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇത് രണ്ടുമാണ് റിക്കറന്റ് ആയിട്ട് ഇൻഫെക്ഷൻസ് വരുന്നവരിൽ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഡോക്ടർ ഇപ്പോൾ NMC DIPയിലെ സ്പെഷ്യലിസ്റ്റ് യൂറോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. ഡോക്ടറിന്റെ ഹോസ്പിറ്റലിൽ ഇത്തരം യൂറിനറി ഇൻഫെക്ഷനൊക്കെ ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞു യൂറിൻ കൾച്ചറാണ് ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് ഒരു ഡയഗ്നോസ് ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനൊക്കെ ആയിട്ടുള്ള ഫെസിലിറ്റീസ് എന്തൊക്കെയാണ് ഒരുക്കിയിട്ടുള്ളത്? ഇവിടെ യൂറിനറി ഇൻഫെക്ഷൻസ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്, യൂറിൻ കൾച്ചർ ഉൾപ്പെടെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സിംറ്റംസിന്റെ സിവിയറിറ്റി അനുസരിച്ച് വേറെ ടെസ്റ്റിങ്ങും ചെയ്യേണ്ടി വന്നേക്കാം. കാരണം ചിലർക്ക് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത കാരണങ്ങൾ വേറെയാണ്. അതായത് കിഡ്നി മുതൽ മൂത്രസഞ്ചി വരെയുള്ള സ്ട്രക്ചറൽ പ്രോബ്ലംസ്, ബ്ലോക്കേജസ്, സ്റ്റോൺസ്, ഇതെല്ലാം ഉള്ളവർക്കും ഇൻഫെക്ഷൻ അതിന്റെ ഒരു ഭാഗമായിട്ട് വരാം. അപ്പം റിപ്പീറ്റഡ് ആയിട്ട് ഇൻഫെക്ഷൻസ് വരുന്നവർക്ക് അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് വരുന്നവർക്ക് നമുക്ക് എക്സ്ട്രാ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യേണ്ടി വരും. അൾട്രാസൗണ്ട്, CT സ്കാൻ, അങ്ങനെയൊക്കെ ഡിപ്പെൻഡിങ് ഓൺ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച്. അപ്പൊ അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും നമുക്ക് ഇവിടെ ഉണ്ട്. ഓക്കെ ഡോക്ടർ, താങ്ക് യു സോ മച്ച്. NMC ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഇപ്പോൾ ഒത്തിരി സന്തോഷം ഒരിക്കൽ കൂടി NMC ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ്സിൽ വന്ന് വളരെ വിശദമായിട്ട് തന്നെ ഇപ്പോൾ യൂറിനറി ഇൻഫെക്ഷനെ കുറിച്ചും അതിന്റെ സിംറ്റംസ്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തന്നതിന് താങ്ക് യു വെരി മച്ച്. ഡോക്ടർ അനിൽ രാമചന്ദ്രനാണ് ഇതുവരെ നിങ്ങളോട് NMC ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ്സിലൂടെ സംസാരിച്ചത്. അദ്ദേഹം NMC DIPയിലെ സ്പെഷ്യലിസ്റ്റ് യൂറോളജിസ്റ്റ് ആണ്. ഡോക്ടർ അനിൽ രാമചന്ദ്രന്റെ കൂടുതൽ സേവനങ്ങൾക്കായി നിങ്ങൾക്ക് വിളിക്കാം. NMC ഹോസ്പിറ്റൽ DIPയുടെ ടോൾ ഫ്രീ നമ്പറാണ് ഇനി ഞാൻ പറയുന്നത്, 800-313. ഒരിക്കൽ കൂടി നമ്പർ പറയാം, 800-313. ഇന്നത്തെ NMC ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ് ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു ഡോക്ടറുമായി മറ്റൊരു സബ്ജക്റ്റുമായി വീണ്ടും അടുത്ത ആഴ്ച വരാം NMC ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ്സിലൂടെ. തൽക്കാലം വിടവാങ്ങുന്നു. ഞാൻ ആൻഡ്രിയ.